അനൗദ്യോഗികമായ കണക്കുകൾ അനുസരിച്ച് തെരുവ് നായ്ക്കൾ കാരണം കേരളത്തിൽ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 100 അപകടങ്ങളെങ്കിലും ഉണ്ടാകുന്നുണ്ട്. കുറഞ്ഞത് 5 മരണങ്ങളും. റോഡിലിറങ്ങുന്ന പൊതുജനത്തിനും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും വൃദ്ധർക്കും ഒക്കെ ഭീഷണിയാണ് ഈ തെരുവ് നായ്ക്കൾ. ഒരു കൗതുകത്തിന് വൻ വില കൊടുത്ത് വാങ്ങി കുറച്ചു കാലം വളർത്തിയിട്ട് ആ കൗതുകം തീരുമ്പോൾ റോഡിലേക്ക് തള്ളിവിടുന്ന വൻകിട നായ്ക്കൾ തുടങ്ങി സാധാരണ നാടൻ പട്ടി വരെയുണ്ട് ഈ തെരുവ് നായ്ക്കളിൽ. കഴിഞ്ഞ 3 മാസത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഏറ്റവും കുറഞ്ഞത് 2 പിഞ്ചു കുട്ടികളെങ്കിലും പേവിഷബാധയേറ്റ് മരിച്ചിരിക്കുന്നു. നായകളുടെ കടികൊണ്ട് മാത്രമല്ല, തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ കൊണ്ടും ആളുകൾ മരിക്കുന്നുണ്ട്. ഈ അവസരത്തിലാണ് തദ്ദേശ സ്ഥാപനങ്ങളെ വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അടുത്ത കാലത്തെങ്ങും സുപ്രീം കോടതി ഇത്രയും രൂക്ഷമായ പരിഹാസം മൃഗസ്നേഹികളോട് ഉയർത്തിയിട്ടില്ല. തെരുവ് നായ്ക്കളോട് ആരെയും കടിക്കരുത് എന്ന് പറഞ്ഞു നോക്കാം, അല്ലെങ്കിൽ അവയ്ക്ക് കൗൺസിലിംഗ് കൊടുക്കാം എന്നാണ് സുപ്രീം കോടതിയുടെ പരിഹാസം. മനുഷ്യന്റെ ജീവന് തെരുവ് നായ്ക്കളുടെ ജീവനേക്കാൾ വിലയുണ്ട് എന്ന് സുപ്രീം കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. നായ്ക്കളോട് ശത്രുത പാടില്ല എങ്കിൽ കോഴിയോടും ആടിനോടുമൊക്കെ ശത്രുതയാകാമോ, അവയെ കൊല്ലാമോ എന്നുവരെ സുപ്രീം കോടതി മുഖത്ത് നോക്കി ചോദിച്ചിരിക്കുന്നു. തെരുവുനായുടെ ആക്രമണത്തിൽ മരിച്ച പത്തനംതിട്ടയിലെ അഭിരാമി എന്ന കൊച്ചുകുട്ടിയുടെ മുഖം നമ്മളാരും മറന്നു കാണില്ല. പിടികൂടി ബന്ധ്യംകരിച്ച് വാക്സിൻ നൽകി വിട്ടയക്കുക എന്നുള്ളതാണ് മൃഗസ്നേഹികൾക്ക് കോടതിയോട് ആവശ്യപ്പെടാനുള്ളത്. ബന്ധ്യംകരിക്കുകയും കുത്തിവെക്കുകയും ചെയ്ത നായ മനുഷ്യനെ ആക്രമിക്കില്ല എന്ന് ഉറപ്പാണോ എന്ന് സുപ്രീം കോടതി മൃഗസ്നേഹികളോട് ചോദിച്ചു. തെരുവുനായയുടെ ആക്രമണം അനുഭവിച്ചിട്ടുള്ളവർക്ക് സുപ്രീം കോടതിയോട് കൈയടിക്കുകയേ നിവർത്തിയുള്ളൂ. തെരുവുനായയെ ഇഷ്ടപ്പെടുന്നവർ അവരവരുടെ വീട്ടിൽ അതിനാവശ്യമായ ഷെൽട്ടർ നൽകി വളർത്തുകയാണ് വേണ്ടത്. അല്ലാതെ റോഡിൽ ആഹാരം നൽകി അവയുടെ എണ്ണം കൂട്ടുകയല്ല. അതിലൂടെ അവർ കാണിക്കുന്നത് സമൂഹത്തിനോടുള്ള ദ്രോഹമാണ്, കുട്ടികളോടുള്ള ക്രൂരതയാണ്, വൃദ്ധരോടുള്ള ആക്രമണമാണ്. റോഡുകളിൽ നിന്നും നായ്ക്കളെയും മൃഗങ്ങളെയും മാറ്റണം എന്നും സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 20 ദിവസങ്ങൾക്കിടയ്ക്ക് റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട് 2 ജഡ്ജിമാർക്ക് പരിക്കേറ്റിരുന്നു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഈ കേസ് പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി ഈ ഒരു അവസ്ഥയും ചൂണ്ടിക്കാണിച്ചു. തെരുവ് നായ്ക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി വാദിക്കുന്ന മൃഗസ്നേഹികളെക്കുറിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ ശക്തമായ ഒരു ആരോപണമുണ്ട്. എത്രത്തോളം സത്യമാണ് എന്നറിയില്ലെങ്കിലും ആ ആരോപണം സാധാരണ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പേവിഷബാധയ്ക്ക് എതിരെയുള്ള മരുന്ന് നിർമ്മാണ കമ്പനികളാണ് ഇവരെ സ്പോൺസർ ചെയ്യുന്നതത്രേ. തെരുവിൽ ഈ നായ്കൾ അലഞ്ഞു തിരിഞ്ഞു നടന്നാലേ, ഈ നായ്ക്കളുടെ കടിയേറ്റാലേ സാധാരണ ജനങ്ങൾ ആശുപത്രികളിലേക്ക് എത്തിച്ചേരൂ, അവരുടെ ആന്റി റാബിസ് മരുന്നുകൾ വിൽക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ആന്റി റാബിസ് മരുന്നുകളുടെ ലോബിയാണ് ഈ മൃഗസ്നേഹികളെ സ്പോൺസർ ചെയ്യുന്നത് എന്നൊരു വാദവും നിലവിലുണ്ട്. എത്ര ശരിയാണ് എന്നറിയില്ലെങ്കിലും എന്തായാലും തെരുവ് നായ്ക്കളിൽ നിന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക്, വഴിയാത്രക്കാർക്ക്, വാഹനയാത്രക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് പരിരക്ഷ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനാവശ്യമായ ഷെൽട്ടറുകൾ തദ്ദേശീയമായി നിർമ്മിച്ച് നായ്ക്കളെ വന്ധ്യംകരിച്ച് അതിനകത്ത് വളർത്തണം. കൃത്യമായി ഇക്കാര്യം ചെയ്താൽ 3-4 വർഷം കൊണ്ട് തെരുവ് നായ്ക്കളെ ഉന്മൂലനം ചെയ്യാം. നായ്ക്കളെ വളർത്തുന്നവർക്ക് ലൈസൻസ് നിർബന്ധമാക്കണം. അതിനെ മടുക്കുമ്പോൾ സമൂഹത്തിലേക്ക് തുറന്നു വിടുന്നില്ല എന്ന് ഉറപ്പാക്കണം. എന്തായാലും നായ്ക്കളുടെ ജീവനേക്കാൾ വിലയുണ്ട് മനുഷ്യജീവന്.